ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഹലോ സന്ദേശം അയച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനമേറ്റു. ആലപ്പുഴ അരൂക്കുറ്റിയിലാണ് ഈ സംഭവം. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. രാത്രി ഒരു 10:30 മണിക്ക് ശേഷം അരൂരിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് കൂട്ടുകാരനാക്കിയിട്ട് അനിയൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. അരൂക്കുറ്റി പാലത്തിൽ വെച്ച് ഫോൺ വരികയും വണ്ടി സൈഡിൽ ഒതുക്കുന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് എതിരെ വന്ന കാറിൽ നിന്ന് രണ്ടുപേരും ചാടി ഇറങ്ങി പ്രവിജിത്ത് എന്നും സിന്തൽ എന്ന് വിളിക്കുന്ന ഒരു പയ്യനും കൂടി ചേർന്ന് ഇവൻ്റെ അടുത്തേക്ക് ഓടി വരികയും ഇവൻ്റെ വണ്ടിയിൽ താക്കോലൂരി മേടിക്കുകയും ഇവന് കേരളത്തിട്ടടിക്കുകയും ഇവർ പറഞ്ഞ് മിണ്ടായിരുന്നോളാം അല്ലെങ്കിൽ നിങ്ങൾ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇവൻ ആ വണ്ടിയെ അനിയൻ്റെ വണ്ടിയിൽ തന്നെ നടത്തിയിരുത്തിക്കൊണ്ട് അരൂക്കുറ്റിയിലേക്ക് പോയി ഒരു പൊളിഞ്ഞ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ കൊണ്ടുപോയി ഇവൻ്റെ കൈ രണ്ടും പിന്നിൽ കെട്ടിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഈ കഷ്ണം കൊണ്ട് മുതുകിലും തൊടയിലൊക്കെ അടിച്ച് ഇപ്പോൾ 10 വാരിയലിന് ക്ഷതമുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേപോലെ പെൺസുഹൃത്തിന് എന്തോ മെസ്സേജ് അയച്ചോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ ഇരുമ്പുവടി കൊണ്ട് അടിച്ച് തവിടുപൊടിയാക്കുന്നത് കണ്ട. ഇപ്പോൾ അടുത്ത കേസ് ഇതെപ്പോഴാണ് സംഭവിച്ചത്? പരിക്കേറ്റ ആളുടെ സ്ഥിതി എങ്ങനെ? മറ്റയാളെ പിടികൂടാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടോ പോലീസിന്റെ ഭാഗത്ത് അയച്ചതിന്? സ്വദേശിയായ ജിബിനാണ് മർദ്ദനമേറ്റത്. ജിബിനാണ് അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ജിബിൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഹായ് എന്ന സന്ദേശം അയച്ചതിൻ്റെ പ്രകോപനത്തിലാണ് കഴിഞ്ഞ ദിവസം അരൂക്കുറ്റി പാലത്തിൽ നിന്ന് ബൈക്കിൽ വരികയായിരുന്നു ജിബിനെ അരൂക്കുറ്റി പാലത്തിൽ വെച്ച് കാറിലെത്തിയ ഗുണ്ടകൾ തടഞ്ഞു നിർത്തി സംസാരിച്ചു, ഒരു അടിയും കൊടുത്തു. ഇതിനുശേഷം ജിബിൻ്റെ ബൈക്കിൽ തന്നെ അരൂക്കുറ്റിക്ക് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവാവിൻ്റെ മൊഴി. ഈ മർദ്ദനത്തിന് ശേഷം ഈ ഗുണ്ടകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബോധം വന്നപ്പോൾ ജിബിൻ നോക്കിയപ്പോൾ ഈ ഗുണ്ടകളാരും വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ജിബിൻ മൊബൈൽ ഫോണിൽ സുഹൃത്തുക്കളെ വിളിച്ച് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ചേർത്തല ആശുപത്രിയിൽ എത്തിയപ്പോൾ ഗുരുതര പരിക്കുകളുണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ ഗുരുതരമായ പരിക്കുകൾ, അതായത് നട്ടെല്ല് ഒടിഞ്ഞ് ഈ ആന്തരിക അവയവങ്ങളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പരിശോധനയിൽ വ്യക്തമായത്. നിലവിൽ അയാൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൂച്ചാക്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.